നിലമ്പൂരിലെ നിലം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി എന്താണ് ആ പടനിലത്തിൽ സംഭവിക്കുക എന്ന ആകാംക്ഷയുടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് നിലമ്പൂരിലേക്ക്. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ആ പ്രചാരണത്തിന് പിന്നാലെ കാലാവസ്ഥാ മാറ്റമുണ്ടാകുന്നു നിലമ്പൂരിൽ. നിലപാട് കടുപ്പിക്കുകയാണ് PV അൻവർ. അതിനിടെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ അനുനയ നീക്കം അത് ഫലം കണ്ടില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് നേതാക്കൾ അറിയിച്ചു. എന്നാൽ പൂർണ്ണ ഘടകകക്ഷിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തണമെന്നാണ് PV അൻവർ പറയുന്നത്. മുന്നണി പ്രവേശനത്തിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് അൻവറിന്റെ തീരുമാനം. നിർണായക UDF യോഗം അല്പസമയത്തിനകം ചേരും. തർക്കത്തിൽ മഞ്ഞുരുകുമോ? അൻവറും കൂട്ടരും UDF-ലെത്തുമോ? തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് നമ്മളെ നയിക്കാൻ നിലമ്പൂർ സ്ക്വാഡ് തയ്യാറാണ്. അഷ്കർ അലി കരിമ്പ, R റോഷിബാൽ, BS രഞ്ജിത്ത്, അലി അക്ബർ ഷാ എന്നിവരാണ് തത്സമയം ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ നമുക്കൊപ്പം ചേരുന്നത്. വെൽക്കം നിലമ്പൂർ സ്ക്വാഡ്. ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ അലി കരിമ്പ, അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് അറിയേണ്ടത്. എന്തായി? സുജയ, അവസാന അടവും പയറ്റി പരസ്പരം അനുനയ നീക്കങ്ങളും സമവായ നീക്കങ്ങളും തമ്മിലടിയും ഒക്കെ സജീവമായിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നിലവിലെ ചിത്രം. ഏറ്റവും അവസാനമായി നടന്നൊരു ശ്രമം എന്ന് പറയുന്നത് PV അൻവറുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സുഹൃത്ത് ബന്ധമുള്ള കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് PV അൻവറുമായുള്ള ഒരു അനുനയ നീക്കമായിരുന്നു. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് ഉൾപ്പെടെയുള്ള CMP നേതാവ് മോഹൻകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 3 പേരും ഒരുമിച്ച് അൻവറിൻ്റെ ഇടപെട ഉദാഹരണ വീട്ടിലെത്തിയാണ് PV അൻവറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഒരു അനുനയ നീക്കം നടത്തുകയും ചെയ്തത്. അനുനയ നീക്ക ശേഷം പുറത്തിറങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഈ 3 നേതാക്കളും പറഞ്ഞത് വാക്കുകൾ: ഞങ്ങൾ ഹാപ്പിയായി മടങ്ങുന്നു, ഞങ്ങൾ സന്തോഷവാന്മാരാണ്, എല്ലാ കാര്യങ്ങളും തീരുമാനമായിരിക്കുന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾ സന്ദർശനം വെറും സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു വെച്ച് അവർ പടങ്ങിപ്പോയെങ്കിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. ഈ 3 പേരും ഉദ്ദേശിച്ച അത്ര രീതിയിൽ, ഇല്ലെങ്കിൽ ഇവരെ അയച്ച UDF നേതാക്കൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ചർച്ച ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ സമവായ നീക്കമായി എത്തിയ അനുനയ നീക്കമായി എത്തിയ 3 നേതാക്കളും ആവശ്യപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഘടകകക്ഷിയാക്കാം. അത് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു അസോസിയേറ്റ് ഘടകകക്ഷി എന്ന നിലയിൽ നിലവിൽ പ്രഖ്യാപിക്കും. ഭാവിയിൽ ഘടകകക്ഷിയാക്കാമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത്തരത്തിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിലമ്പൂരിൽ UDF-നൊപ്പം തന്നെ നിൽക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ നിർദ്ദേശത്തെ PV അൻവർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്കും ഈ ഘട്ടത്തിൽ തയ്യാറല്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ മത്സരത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ UDF-ന്റെ ഘടകകക്ഷി അഥവാ മുസ്ലിം ലീഗും RSPയും ഒക്കെ പോലെ അസോസിയേറ്റ് വേണ്ട, പൂർണ്ണ ഘടകകക്ഷി, അതിൽ കുറഞ്ഞ ഒരു ഉപാധിയും വേണ്ട എന്ന് അൻവർ പറഞ്ഞിരിക്കുകയാണ്.